ഇന്ന് നമുക്ക് നവഗ്രഹങ്ങളെ അറിയാം. സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ, ബുധൻ, വ്യാഴം, ശുക്രൻ, ശനി, രാഹു, കേതു. ഈ 9 ഗ്രഹങ്ങളെയാണ് ജ്യോതിഷത്തിൽ നവഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഒരു സംശയം നമ്മുടെ മനസ്സിൽ വരും. നമ്മൾ ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിച്ചത് ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ. ഈ 9 എണ്ണമാണ് ഗ്രഹങ്ങളെന്നും സൂര്യൻ ഒരു നക്ഷത്രമാണ് എന്നും ചന്ദ്രൻ ഭൂമിയുടെ ഉപഗ്രഹമാണ് എന്നുമാണ് പഠിച്ചത്. അത് ശരി തന്നെയാണ്. ഭൂമിക്ക് ചുറ്റുമുള്ള ഗ്രഹങ്ങളുടെ സഞ്ചാരവും സ്ഥിതിയും നിമിത്തം ഭൂമിയിലും ഭൂമിയിലെ ജീവജാലങ്ങൾക്കും സംഭവിക്കുന്ന ഗുണദോഷങ്ങളെ മനസ്സിലാക്കി തരുന്നതാണ് ജ്യോതിഷം. അപ്പോൾ ഭൂമിയിൽ നിന്നുമാണ് നമ്മൾ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ പട്ടികയിൽ നിന്ന് ഭൂമിയെ ഒഴിവാക്കി. മനുഷ്യരുടെയും ജീവജാലങ്ങളുടെയും ജീവിതത്തെ ഗ്രഹിക്കുകയും സ്വാധീനിക്കുകയും ചെയ്യുന്നവ എന്ന അർത്ഥത്തിലാണ് മേൽപ്പറഞ്ഞ സൂര്യചന്ദ്രാദികളായ 9 എണ്ണത്തെയും ഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. നക്ഷത്രമായ സൂര്യനും ഉപഗ്രഹമായ ചന്ദ്രനും ഛായാഗ്രഹങ്ങളും